നമസ്കാരം. ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമി യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ഗോർഫർ ഖാൻ എന്ന പ്രദേശത്താണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്ന മലയാളികൾ അൽ ഹജാൻ ഫുഡ് സ്റ്റഫ് ആൻഡ് ഫ്ലവർ മിൽ രംഗത്ത് വളരെ കാലത്തെ വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ സാരഥികളാണ്. അതിലാദ്യം ഇബ്രാഹിം എടപ്പാൾ തന്നെയാണ്, നൗഷാദ് എടപ്പാൾ, അബ്ദുൽ റഷീദ് എടപ്പാൾ. അതോടൊപ്പം തന്നെ ഒരാളും കൂടെ ഉണ്ട്, അദ്ദേഹം ഇന്ന് നാട്ടിലേക്ക് പോയിരിക്കുകയാണ്, അബ്ദുൽ സമദ്. ശ്രീ ഇബ്രാഹിമിനെയും നൗഷാദിനെയും അബ്ദുൽ റഷീദിനെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം മിസ്റ്റർ ഇബ്രാഹിം, മിസ്റ്റർ നൗഷാദ് ആൻഡ് അബ്ദുൽ റഷീദ്. ഒരു പ്രവാസ ജീവിതം എന്ന് പറയുന്ന ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഒരു പ്രതീക്ഷയില്ലാതെ ഒരു മനുഷ്യനും ഈ മണ്ണിലേക്ക് കാലുകുത്തില്ല. എന്തായിരുന്നു ആ പ്രതീക്ഷ? പ്രതീക്ഷ ഞാൻ 27 വർഷം കഴിഞ്ഞു. അതിൽ 14 വർഷം ദുബായിലായിരുന്നു. 14 വർഷം. അതിൽ അത്തീക്കത്തുള്ള സ്പെഷ്യലിൽ 13 വർഷം ഉണ്ടായിരുന്നു. ഫസ്റ്റിൽ ഞാൻ ഒരു ഗൾഫിൽ വന്നിട്ട് ഒരു ഷാർജയിൽ 6 ദിവസം ഒരു അറബിയുടെ വീട്ടിൽ ആടിനെ നോക്കാൻ നിന്നിട്ടുണ്ട്. അതൊരു വല്ലാത്ത ചരിത്രം തന്നെയായിരുന്നു. അതിനു മുമ്പ് എടപ്പാളാണ് സ്വദേശം. എടപ്പാൾ എവിടെയാണ്? എടപ്പാൾ നെല്ലിശ്ശേരി. ഉപ്പാക്ക് എന്ത് ജോലിയായിരുന്നു? ഉപ്പ മരണപ്പെട്ടിരിക്കുന്നു വളരെ ചെറുപ്പത്തിൽ, കുറേ വർഷങ്ങളായി. കുടുംബത്തിൽ മൂത്താളാണ്? കുടുംബത്തിൽ മൂത്താളല്ല, സഹോദരന്മാരും സഹോദരികളൊക്കെ ഉണ്ട്. എങ്ങനെയായിരുന്നു ഗൾഫിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കം? ഗൾഫിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗൾഫിലേക്ക് നമ്മളെ അജ്മാലിലെ നമ്മളെ സുഹൃത്ത് വിസ തന്നു വന്നതായിരുന്നു. വന്നിട്ട് പിന്നെ നമ്മൾ ദുബായിൽ ഷാർജയിൽ നമ്മളൊരു സുഹൃത്ത് ജോലി കിട്ടാതെ ഇരുന്നിട്ട് അങ്ങനെ ഒരു അറബിയുടെ വീട്ടിൽ 6 ദിവസം ജോലി ചെയ്യേണ്ടത്. 6 ദിവസം കാരണം 10-40 ആടിന് നോക്കിയിരുന്നു. 6 ദിവസം ഭയങ്കര പ്രയാസപ്പെട്ടിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞാൻ പോയത് ദുബായ് മറീൻ ബീച്ച് ക്ലബ്ബിൽ കിച്ചണിൽ ഒരു ബോയ് ആയിട്ടാണ് ജോലി ചെയ്തത്. ഈ 6 ദിവസത്തെ ഒരു ജീവിതം വല്ലാത്തൊരു 6 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ആടും പശുക്കളൊക്കെ ഉള്ള ഇടയിലാണ് നമ്മൾ താമസിക്കുന്നത്. പോലത്തെ സൗകര്യങ്ങൾ പോലും ഒന്നുമില്ല. വൈകിട്ട് നമ്മളൊരു 40 ആടൊക്കെ ഉണ്ടാവും പുറത്തേക്ക് വരുന്നതായിട്ട് പോകുമ്പോൾ. കരഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ, കാരണം വളരെ പ്രയാസപ്പെട്ടു പോയി. ഒരു 6 വർഷം മൂലമായിട്ടുണ്ട്. പിന്നെ ഞാൻ സുഹൃത്തിനോട് പറഞ്ഞ് വേണ്ട, ജോലി വേണ്ട. അവൻ്റെ നമ്മളെ സുഹൃത്ത് ഷാർജയിൽ ജോലി ചെയ്യുന്നത് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട്, അവൻ്റെ സ്പോൺസറുടെ വീട്ടിൽ പണിയില്ലാത്ത കാരണം ആക്കി തന്നാണ് കേട്ടോ, അല്ലാതെ വേറെ ഇത് കിട്ടില്ല. അപ്പോൾ ഈ 6 ദിവസം കഴിയുമ്പോൾ എനിക്ക് അമ്മേനെ വിളിച്ചു പറഞ്ഞ് നടക്കൂല, പറ്റില്ല. പിന്നെ ഞാൻ പോയത് ദുബായ് മറീൻ ബീച്ച് ക്ലബ്ബിൽ ജോലി ചെയ്യാൻ പോയത്. അവിടെ 9 മാസം മിക്ക ദിവസങ്ങളും 22 hours വർക്ക് ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂറാണ് ഉറങ്ങുന്നത്. 2 മണിക്കൂർ. അതായത് ഉറങ്ങുമ്പോഴേക്കും അവർ വന്ന് വിളിക്കും. അവിടെ പാർട്ടിയാണ്. ദുബായ് മറീൻ ബീച്ച് ക്ലബ്ബ് പറഞ്ഞാൽ ഭയങ്കര ബിസി ആയിരുന്നതാണ്. അവിടെ ജോലി ചെയ്തിട്ട് നമ്മളെ കടങ്ങളൊക്കെ വീട്ടി. റഷീദ് എങ്ങനെയാണ്? കാരണം ഇബ്രാഹിക്കാട് ഒരു വ്യത്യസ്തമായ ഒരു കഥയായിരുന്നു. അതെ, ഞാനും വന്നിട്ട് 24 വർഷമായി. എടപ്പാൾ തന്നെയാണ്. എവിടെയാണ്? എടപ്പാൾ നടുവട്ടത്ത് അടുത്ത് നെല്ലിശ്ശേരി എന്നാണ്. നെല്ലിശ്ശേരി. അപ്പൊ നാട്ടിൽ വെച്ച് നിങ്ങൾ പരിചയക്കാരാ? ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ നാട്ടുകാരാണ്, ബന്ധുക്കളാണ്. ആദ്യം വന്നത് ഇബ്രാഹിക്കാണ്. ഞാൻ 24 വർഷം കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഞാൻ ഫസ്റ്റിൽ ഇതുപോലെ വന്നത് ഞാൻ അബുദാബിയിൽ ഒരു മറ്റേ ഹൗസിലേക്ക് ഒരു കുക്കായിട്ടാണ് വന്നത്. ഞാൻ ഫസ്റ്റിൽ 91 ഫെബ്രുവരി 14 വന്നത്, ഗൾഫിൽ വന്നത്. ഇന്നും ആ ദിവസം ഓർമ്മയുണ്ട്. മറക്കാൻ പറ്റാത്ത. കാരണം എന്താ വെച്ചാൽ ഞാൻ ജനുവരി 14 വരേണ്ട ആളാണ്. ജനുവരി 14 പിന്നെ 10 നമ്മളെ കുവൈത്ത് മറ്റേ ഒരു യുദ്ധം ഉണ്ടായല്ലോ, ആ യുദ്ധം പൊട്ടിയത്. അപ്പോൾ ഫ്ലൈറ്റ് എല്ലാം ബന്ധായി. പിന്നെ അത് ഫെബ്രുവരി 14 മാറ്റി വെച്ച്. അങ്ങനെയാണ് ഫെബ്രുവരി 14 അബുദാബി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയത് ഞാൻ. അവിടുന്ന് പിന്നെ നമ്മളെ ജീവിതം തുടരാണല്ലോ. പിന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രതീക്ഷകളെല്ലാം ഉണ്ട് നമുക്ക്. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് പിന്നെ 2-2.5 വർഷം ഞാൻ അവിടെ നിന്ന് പണിയെടുത്ത്. അവിടെ 2.5 വർഷം ആ വീട്ടിൽ ജോലി ചെയ്തു. നെല്ലിശ്ശേരി. ഉപ്പാക്ക് എന്ത് ജോലിയായിരുന്നു? ഉപ്പ മുന്നേ ഗൾഫിൽ വിദേശത്തായിരുന്നു. കുടുംബത്തിൽ മൂത്താണോ? ഞാൻ മൂത്ത ആളാണ്. ഞാനും ഗൾഫിൽ വരുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു. നൗഷാദ് എങ്ങനെയാണ്? കാരണം നൗഷാദ് റഷീദ് ഖാന്റെ ബ്രദറാണ്. എത്രാമത്തെ സഹോദരനാണ്? ഞങ്ങൾ 2 സഹോദരന്മാരാണ്. 2 പേരാണ്. ഒരു സിസ്റ്ററും. റഷീദ് ഖാനെ കൊണ്ടുവരുന്നല്ലേ? ഇവിടെ 13 വർഷമായി അല്ലേ? ഇവിടെ ഷോപ്പ് തുടങ്ങിയിട്ട് ഫസ്റ്റ് വിസ എനിക്ക് എടുത്തവര് 2003 ഏപ്രിൽ 27. ഈ അൽ ഹജാൻ നമ്മൾ കണ്ട ഫ്ലവർ മില്ലിന്റെ
പറയക്കാട് തന്നെ വരാം. മറൈൻ ബീച്ചിൽ 9 മാസത്തെ ആ. പ്രയാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ തേക്കിൽ 13 വർഷം ജോലി ചെയ്തത്. അവിടെയാണ് അവിടുന്ന് പിന്നെ നമുക്ക് സുഖമായി ജോലിയൊക്കെ ചെയ്തിരുന്നത് നമ്മളെ ബന്ധുക്കളാണ് അവർ. അവിടെ വെച്ച് തന്നെയാണ് യഥാർത്ഥത്തിൽ റഷീദ് കായും കൂടെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ നാട്ടിൽ നമ്മളെ റിലേഷൻ അടുത്ത ബന്ധുക്കളാണ് നേരത്തെ തന്നെ ഉള്ള. പിന്നെ ഞാനും ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പോയി കുറച്ച് നിന്ന് വേറെ നമ്മൾ സുഹൃത്തൊരു വീട്ടു വിസ സംഘടിപ്പിച്ചിട്ടാണ് ഗോർഫഖാനിലേക്ക് എത്തണം. ഈ ഗോർഫഖാനുമായിട്ടുള്ള ഈ മണ്ണ് ഇവിടെ വരിക. ഞങ്ങളൊക്കെ സ്പോൺസർ ഉണ്ട്, അബ്ദുൽ അസീസ് മുദഫർ എന്ന് പറഞ്ഞിട്ട്. മൂപ്പര് ഞമ്മൾക്ക് വലിയ സഹായങ്ങൾ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ആ അറബി ഓനും നമ്മൾ വളരെ പ്രയാസപ്പെട്ട സമയത്ത് അന്നൊന്നും കടയൊന്നും തുറന്നില്ല. ഇവിടെ വന്ന് ഞാൻ ലൈസൻസ് ടെസ്റ്റ് കൊടുത്ത് 1 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവരായിട്ട് കട തുറക്കണം. ഇവിടെ ആദ്യം അവന് നമ്മൾ വളരെ ഒന്നും അറിയില്ല, അറബി അറിയില്ല, ഒന്നും അറിയാതെ ഇവിടെ വന്ന് ഈ അറബിയുടെ അടുത്ത് നിന്ന് നല്ല അവൻ്റെ കുട്ടികൾക്ക് ചെലവിനടക്കാൻ അവൻ ശമ്പളം എടുത്തിട്ട് 500 രൂപ തന്നിട്ടുണ്ട് വീട്ടിലേക്ക് അയക്കാം. അങ്ങനെ അവന് ഒരിക്കലും ഞാൻ ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കുന്നു, പിന്നെ അവനെ സ്തുതിക്കും. കാരണം അവൻ ഇന്നതുവരെയും ഞങ്ങളെ വളരെ എല്ലാ സ്ഥാപനത്തിന്റെയും സ്പോൺസർ അദ്ദേഹം തന്നെ. എങ്ങനെയായിരുന്നു ആ അറബിയായിട്ട് കണ്ടത്? നമ്മളൊരു ബന്ധുവാണ് അവൻ്റെ വിസ എടുത്ത് തന്നത്, വീട്ടു വിസ എടുത്ത് തന്നത്. അവൻ്റെ ജ്യേഷ്ഠുണ്ട് യൂസഫ് മുദഫർ എന്ന് പറഞ്ഞിട്ട്. ആ അറബിയും വളരെയധികം നമുക്ക് ഹെൽപ്പ് ചെയ്തു. ഈ കടയുടെ ഉത്ഭവം തന്നെ സ്പോൺസറിനേക്കാളും കൂടുതൽ ജ്യേഷ്ഠനാണ് കൈകാര്യം ചെയ്തത്. ആദ്യം നമ്മളെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഗിദ്ഫിൽ നമുക്കൊരു കപ്തേരി ഉണ്ടായിരുന്നു. ഈ അറബി ഞാനും കൂടി തുറന്നായിരുന്നു. എനിക്കൊന്നും അറിയില്ല. അവന് കുറച്ച് ദിവസം ജോലി ചെയ്ത് അവിടെ നിന്നിട്ട് അപ്പോൾ കച്ചവടങ്ങളൊക്കെ ഉണ്ടായി. അവൻ പോയപ്പോൾ കഴിഞ്ഞ് പിന്നെ കച്ചവടം കുറഞ്ഞു. പിന്നെ അങ്ങേപ്പുറത്ത് അറബി ഒരു വണ്ടി വാഷ് ചെയ്യുന്നൊരു കട തുറന്നു. അതാണ് നമ്മളെ ഉത്ഭവം, വണ്ടി വാഷ് ചെയ്യുന്ന കട. അതിൽ കുറേ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ സഹോദരികളുടെ മക്കളൊക്കെ വന്ന് അവരൊക്കെ അവിടെ നിന്ന് ലൈസൻസ് എടുത്ത് അവരെല്ലാവരും പോയി. ഞങ്ങൾ അതിൻ്റെ ദിവസമാണ് ഈ കട ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെ ബ്രദറാണ് അബ്ദുസമദ് പറഞ്ഞ എളാപ്പാൻ്റെ മോനാണ്. അവന് ഒമാനിൽ നിന്ന് ജോലി ചെയ്യുന്ന ക്യാൻസർ ചെയ്ത് നാട്ടിൽ വന്നിട്ടാണ് ഇവിടേക്ക് വിസിറ്റിൽ വന്നിട്ട് ഞങ്ങളിതിൻ്റെ ഒരു പാർട്ട്ണർ വേറൊരാളുണ്ട് ബഷീർ എന്ന് പറഞ്ഞിട്ട്. ആളിപ്പോൾ പുള്ളി നാട്ടിലാണ്. ഈ നെല്ലറ അബ്ദുള്ളാൻ്റെ ഒക്കെ അനിയനാണ്. അപ്പോൾ അവനും കൂടിയിട്ട് ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ഇവിടെ ഈ കട തുറന്നത്. ഈ കട തുറന്ന് വളരെ പ്രയാസം. അന്ന് റഷീദ് പുറത്തായിരുന്നു ജോലി ഷാർജയിൽ. ഞാനും ഈ നൗഷാദും വളരെ പ്രയാസപ്പെട്ടിട്ട് ആ കട വളരെ ബുദ്ധിമുട്ട്. അന്നാണ് ആ സമയത്താണ് എൻ്റെ സഹോദരൻ മരിക്കുന്നതും. സഹോദരന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ ബ്രെയിൻ ട്യൂമറായിരുന്നു, ഷാർജയിൽ നിന്ന് കൊണ്ടുപോയതും. അതൊന്നും മറക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും വളരെ പ്രയാസപ്പെട്ടൊരു സമയം തന്നെ ആയിരുന്നു. എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം 40 വയസ്സ് കഴിഞ്ഞപ്പോൾ ഉമ്മ മരിച്ചു. അവർക്കൊക്കെ വേണ്ടി നമ്മൾ വളരെ പ്രയാസപ്പെട്ട് കടങ്ങളും കാര്യമൊക്കെ ആയിട്ട് അതൊക്കെ അൽഹംദുലില്ലാ നമുക്ക് അതൊക്കെ ഈ സ്ഥാപനം കൊണ്ട് ഞങ്ങളെ ഒത്തൊരുമയുണ്ട്. എൻ്റെ കൂടെ അന്ന് കടിച്ചു പിടിച്ച് നിന്നെന്ന് തന്നെ പറയാം എൻ്റെ സഹോദരൻ ഈ നൗഷാദ്. കാരണം വളരെ പ്രയാസപ്പെട്ട് പോകുമ്പോൾ എൻ്റെ ഒരു സ്വപ്നം, എനിക്ക് എൻ്റെ സുഹൃത്തുക്കളൊക്കെ സഹായിച്ചിട്ടാണ് ഈ നാട്ടിൽ നിന്ന് പൈസ തന്നിട്ടാണ് ഞാൻ ഈ കട വന്ന് തുറന്നത്. ഇവർ വന്നിട്ട് സാറോ കട എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 25 പൈസ ഇനി എൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ വളരെ പ്രയാസപ്പെട്ട് കരഞ്ഞു കിടന്നിട്ടുണ്ട്. കാരണം ഞാൻ അന്ന് ഈ സഹോദരൻ നൗഷാദ് എൻ്റെ ഒരു സഹോദരൻ തന്നെ, അവൻ പറഞ്ഞ് ഇബ്രാഹിക്ക വിൽക്കണ്ട, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്, ഞാൻ ഇവിടെ നിന്ന് നമുക്ക് വിജയിക്കും, നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. അള്ളാഹു ഞങ്ങളെ വലിയൊരു പ്രതീക്ഷ കൈവിടാതെ തന്നു. സ്ഥാപനങ്ങളുണ്ട് ഇന്ന് ഞങ്ങൾക്ക് അൽഹംദുലില്ലാ. ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് ദൈത്യത്തിലൊരു സ്ഥാപനം ഞങ്ങളത് പാർട്ട്ഷിപ്പുള്ള ആട്ടാണ്. പിന്നെ ഗിദ്ഫയിലൊരു കട ഉണ്ടായിരുന്നു, അത് പാർട്ട്ഷിപ്പിലായിരുന്നു. പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഈ നെറ്റ്സ് ഒരു കട ഉണ്ട്. ഈ ഹോൾസെയിൽ ഞങ്ങളെ സ്ഥാപനം, അതിൽ പാർട്ട്ഷിപ്പ്മാരുണ്ട് ഞങ്ങൾ തന്നെ. പിന്നെ ഇപ്പോൾ ദിബ്ബയിൽ ഞങ്ങൾ ഒരു സ്ഥാപനം, ഒരു നഴ്സിൻ്റെ ഒരു കട തുറന്നു. അൽഹംദുലില്ലാ ഇപ്പോൾ 4-5 സ്ഥാപനം ഞങ്ങൾക്കുണ്ട്.
റഷീദ് ഖാ അപ്പം ജോലിയിലായിരുന്നു ഷാർജയിൽ. ആദ്യം കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവരോടൊപ്പം വന്ന് ജോയിൻ ചെയ്തില്ല. ജോയിൻ ചെയ്ത് അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു ഞാൻ. പിന്നെ പറഞ്ഞാൽ ബിസിനസ് കുറവായതിൻ്റെ പേരിൽ എല്ലാവരും കൂടി നിന്നിട്ട് ശമ്പളം എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത് ഒരു ഇതിൽ ഞാനൊന്ന് നീങ്ങി നിന്നാണ് വേറെ ഷാർജയിൽ പോയിട്ട് വേറെ ജോലിക്ക് നോക്കിയതാണ്. പിന്നെ ഇവർ രണ്ടാളുണ്ടല്ലോ ഇവിടെ, എല്ലാവരും കൂടെ വന്നിട്ട് വേറെ ബുദ്ധിമുട്ടുണ്ടല്ലോ, നമ്മുടെ കുടുംബത്തെ കാര്യങ്ങളും കഴിഞ്ഞ് പോകണം നമുക്ക് എന്നുള്ളതിൽ നമ്മൾ നീങ്ങി നിന്ന്. പക്ഷേ അതാ പിന്നെ ഇവിടെ ഇങ്ങനെ ഡെവലപ്പ് ആയതിനു ശേഷം ഇവിടെ ആൾ വേണം എന്നുള്ളൊരു ഇത് വന്നപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്ന്. വിവാഹം കഴിച്ചിരിക്കുന്നത് ഞാൻ തിരൂരിന്ന്. കുട്ടികൾ 3 പേര്. മൂത്തത് ആൺകുട്ടി, രണ്ടാമത്തെ ആൺകുട്ടി. മൂത്ത ആൾക്ക് 16 വയസ്സായി, രണ്ടാമത്തെ ആൾക്ക് ഇവിടെ ഉണ്ട്. ഇബ്രാഹിം കാട, എങ്ങനെയായിരുന്നു ഈ ഒരു കോർഡിനേഷൻ? കാരണം ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ പലപ്പോഴും ഇന്നത്തെ കാലത്ത് സ്വന്തം സഹോദരങ്ങൾ പോലും തമ്മിൽ യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു ബിസിനസ് സംരംഭത്തിന് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ഒരു പ്രസ്ഥാനത്തെ ഒരു നഷ്ടപ്പെടുമെന്ന ഒരു കണ്ടീഷനിൽ നിന്ന് ഉയർത്തി 1, 2, 3, 4 പ്രസ്ഥാനമാക്കി മാറ്റുവാൻ കഴിഞ്ഞു. അത് ഒരു കൂട്ടായ്മ തന്നെയാണ്. അതുകൂടാതെ നമ്മൾക്കിപ്പോൾ 10 എല്ലാവരും കൂടിയിട്ട് ഒരു 30 സ്റ്റാഫുകളുണ്ട്. അൽഹംദുലില്ലാ, ആർക്കും എല്ലാവരും ഹാപ്പിയിലാണ്. ഞങ്ങളും എല്ലാവരും ഇപ്പോൾ നമ്മളെ സഹോദര മക്കളുണ്ട് ഇവിടെ. എൻ്റെ 2 സഹോദരൻ 3 മക്കളുണ്ട്. ഒരാൾ നാട്ടിൽ പോയിരിക്കുന്നു, 2 പേരുണ്ട്. അവരും പിന്നെ സമ്പത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മോനുണ്ട്, അവരും നാട്ടിൽ പോയിരിക്കുന്നു. എല്ലാവർക്കും ഒരു നേതൃത്വം നമ്മൾ കൊടുത്തിരുന്നു. എല്ലാവരെയും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മുന്നിലുണ്ടായിരുന്നു. അതന്നെ പിന്നെ ഞങ്ങൾ അതുകൊണ്ട് ഒരു അഭിപ്രായം ഇല്ലാതെ 3 പേരും എല്ലാവരും വളരെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. നമ്മളെന്തെങ്കിലും എടുക്കുന്ന ഒരു തീരുമാനം നമ്മളെ പാർട്ട്ണർമാരും അംഗീകരിക്കാൻ തയ്യാറാണ്. വിവാഹം കഴിച്ചിരിക്കുന്നത് എടപ്പാളം തന്നെ. കുട്ടികൾ 3 പേര്. മൂത്ത മോന് ഇപ്പൊ B.Pharm സെക്കൻഡ് ഇയർ ആയിരിക്കണം, നാട്ടിലാണ്. ഇപ്പൊ വെക്കേഷന് വരാറുണ്ട്. ഒരു 1 മാസം കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും. രണ്ടാമത്തെ ആള് SLC ആണ് ഇപ്രാവശ്യം. 3ാമത്തെ മോളാണ്, ഓള് 6ലാണ് പഠിക്കുന്നത്. നൗഷാദിനെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഞാൻ വടക്കേക്കര. കുട്ടികൾ 2 പേര്. മൂത്തത് മോളാണ്, രണ്ടാമത്തത് ആൺകുട്ടിയാണ്. ആദ്യമായിട്ട് ഗൾഫിലേക്ക് വരുമ്പോ ഇബ്രാഹിം കരുതിയിരുന്നു? കാരണം ഒരിക്കലും കുറച്ച് ശമ്പളം അത് കിട്ടും. 13 വർഷം ജോലി ചെയ്തതും നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിച്ച് കിട്ടിയതൊക്കെ അവർക്ക് അയച്ചു കൊടുത്തിട്ടും ഓരോ പ്രയാസം. ഭയങ്കര കഷ്ടപ്പെട്ട കുടുംബമായിരുന്നു. ഞങ്ങളൊരു വലിയ കുടുംബമാണ്. 9 മക്കളും ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ രക്ഷപ്പെട്ടതിൻ്റെ ശേഷം നമ്മളിപ്പോൾ സുഖമായി കാണാൻ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും കഴിഞ്ഞില്ല, സഹോദരൻ. അതൊരു പ്രയാസമുണ്ട്. അത് മാത്രം ബാക്കി നിൽക്കണം. ആ കട തുറന്നപ്പോൾ അന്ന് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, നീ ഒരിക്കലും മരിക്കുന്ന സമയത്ത് പറഞ്ഞ എൻ്റെ ഉമ്മ, നീ ഒരിക്കലും പരാജയപ്പെടില്ല. ആ വാക്ക് ഞാൻ എന്നും ഓർമ്മയുണ്ട്. അത് തീർച്ചയായിട്ടും ആ വാക്കാണ് ഒരു പക്ഷേ പടച്ച തമ്പുരാൻ ഇന്ന് അൽ ഹജ്ജാൻ എന്ന ഗ്രൂപ്പ് ഇത്രത്തോളം സക്സസ് ആവാൻ സാധിച്ചു. ആ വാക്കിന് ശേഷം അൽഹംദുലില്ലാ നമുക്ക് നല്ലൊരു വിജയം തന്നെ കിട്ടിയിട്ടുണ്ട്. തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചാലും എപ്പോഴും നീ എൻ്റെ ഖബറിൻ്റെ അടുത്ത് വരണം.
പറഞ്ഞ മാതിരി തന്നെ ഞാൻ എപ്പോൾ പള്ളിയിൽ പോയാലും ഉമ്മ അടുത്ത് പോയി സലാം ചൊല്ലി സിയാറത്ത് ചെയ്യാറ്. സിയാറത്ത് ചെയ്തിട്ട് വരും. ഈ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ നമ്മൾ സ്വർഗത്തിലാണ്. സ്വർഗത്തിലാണ്. ഇതുവരെയുള്ള യാത്ര സഫലമാണോ? സഫലമാണ്. ആണ്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. നൗഷാദിന് അൽഹംദുലില്ലാ. ഇബ്രാഹിക്കയും അബ്ദുൾ റഷീദ് കായുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിന് ഏറ്റവും വലിയ ഭാഗ്യം അതെ അതെ അത് തന്നെ. റഷീദ് കാക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അൽഹംദുലില്ലാ. നന്നായിട്ട് പോകും. ഈ യാത്ര സഫലമാണ്. വളരെ സന്തോഷം. തിരക്കേറിയ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചു തരികയും ഇബ്രാഹിക്കായും നൗഷാദും റഷീദ് കാക്കെ സ്വന്തം ജീവിതം മറയില്ലാതെ തുറന്നു പറയാനുള്ള ഒരു വലിയ മനസ്സാണ് നിങ്ങൾ കാണിച്ചത്. ഇനിയും മുന്നോട്ടുള്ള യാത്ര ഒരുപാട് നന്മകൾ പടച്ച തമ്പുരാൻ നിങ്ങളുടെ കമ്പനിക്കും കുടുംബത്തിനും ഒക്കെ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വെൽക്കം.